കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഓടിപ്പോയി നിൽക്കുക കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അവിടെയൊക്കെ നിന്ന് ചായ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു രസം കേട്ടോ. പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഞങ്ങളോട് നോക്കിയാൽ നേരെ കാണാൻ റബ്ബർ തോടിയാണ്. അതന്നെ കാഴ്ചകളുള്ളോട്ടോ കാണാൻ. പിന്നെ കുറേ വണ്ടികളൊക്കെ പോവും, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ രാവിലെ ആ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസം കേട്ടോ. അപ്പോൾ ഒരു മയിൽ ഇങ്ങനെ ദൂരെ പീലിയൊക്കെയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. മയിലിനെ കാണുമ്പോൾ, പീലുള്ള മയിലിനെ കാണുമ്പോൾ നമ്മൾ എത്ര ദൂരെയാണെങ്കിലും കുറേ നേരം നോക്കി നിന്ന് പോകും അല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇത് വലിയ കാര്യമില്ല കേട്ടോ. പക്ഷേ വേറെ ഉള്ളവർക്കൊക്കെ ഈ കാഴ്ചകളൊക്കെ ഒരു അപൂർവ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പൊടി ഉണ്ടല്ലോ, അപ്പോൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഈ സ്കൂളില്ലാത്ത സമയത്താണല്ലോ നമ്മൾ ഈ പരിപാടിക്കൊക്കെ നിൽക്കുക. കാരണം ഈ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് വട്ടത്തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. ആദ്യമൊക്കെ ഈ പത്തിരി പരിപാടി പറഞ്ഞാൽ ഞാൻ അടുത്ത് കൂടെ പോയില്ല കേട്ടോ. എനിക്ക് പരത്താനോ ഒന്നിനും അറിയില്ലായിരുന്നു. അന്ന് പറഞ്ഞാൽ ചൂടാനും അറിയില്ലായിരുന്നു കേട്ടോ. ചൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടാന്ന് നോക്കുമ്പോൾ പറയും തരിച്ചു പോയി കനം ഇതായി എന്താണ് പൊള്ളക്കില്ല അത് ഇത് പറഞ്ഞിട്ട് ഓരോ കുറ്റം പറയട്ടെ എൻ്റെ വീട്ടിലെ. പിന്നെ ഞാൻ പഠിച്ചത് ഇക്കാൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇങ്ങനെ ഉമ്മ പഠിപ്പിച്ചതെന്നാണ് പലഹാരം ഉണ്ടാക്കൽ. എൻ്റെ വീട്ടിൽ അധികം ഇങ്ങനെ പലഹാരം ഉണ്ടാക്കുന്ന പരിപാടിയില്ല കേട്ടോ. രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോവും, ഞാനും താത്തിയും ഉമ്മ പണിക്ക് പോവും. അപ്പോൾ പലഹാരത്തിന് അധികം നിൽക്കില്ല കേട്ടോ. പെട്ടെന്ന് ചോറ് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് കഞ്ഞി എടുത്തിട്ട് കുടിക്കുക, ഓടുക. ബസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് പിന്നാലെ ഓടലാട്ടോ പണി. അപ്പോൾ പലഹാരത്തിന് പണിയൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇക്കാടെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ എല്ലാ പണിയും ഉമ്മ അങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു തന്നു കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ ഭ്രാന്ത് വന്നായിരുന്നു, ഇത് ശരിയാവാണ്ട്. പിന്നെ ഉമ്മ അറിയാം അത് തന്നെ ശരിയായിക്കോളും, ചെയ്തിട്ട് തന്നെ ശരിയാവുന്നു. അപ്പോഴൊക്കെ ഉമ്മ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇത് തോന്നും കേട്ടോ. അതെല്ലാവർക്കും തോന്നുന്നതാണ്. ആ സമയത്തൊന്നും ഉപദേശങ്ങൾ വലിയ ഇഷ്ടമല്ലാത്ത പ്രായമാണല്ലോ. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമുക്കിതൊക്കെ പഠിച്ചതിനുള്ള ഗുണങ്ങൾ ഓരോന്ന് മനസ്സിലായി. ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വിചാരിക്കും നല്ല കാര്യമായിരുന്നു പഠിച്ചതെന്ന്. അങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചട്ടി വെച്ചു കേട്ടോ. ചട്ടി പറഞ്ഞാൽ പഴയതിന് നമ്മുടെ ദോശക്കല്ലാണ്. അപ്പോൾ അതിൽ ചൂടാൻ വിചാരിച്ചു. പിന്നെ കറി ഒരു ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തലേ ദിവസത്തെ ബീഫ് കറീനെ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തികയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഉരുളക്കിഴങ്ങ് എണ്ണയിൽ ഇടുക അല്ലേ. അപ്പോൾ അതേപോലെ ഉരുളക്കിഴങ്ങും ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് പിന്നെ അതിലേക്ക് ബീഫ് കൂട്ടിയിട്ട് കറി ഉണ്ടാക്കുക, അത്ര തന്നെ ഉള്ളൂ. അതിന് സ്പെഷ്യലായിട്ട് വേറെ കറിയൊന്നും വെക്കണ്ടല്ലോ. പേരിനെന്താ ബീഫ് കറി. ബീഫ് നമ്മൾ തപ്പി നോക്കണം കേട്ടോ. സാമ്പാറിൽ മുങ്ങിത്തപ്പി ഒരു കഷ്ണം വണ്ടയ്ക്ക് കിട്ടിയാൽ എന്തൊക്കെയൊക്കെ പാട്ടുണ്ടല്ലോ, അതേപോലെ. അപ്പോൾ പത്തിരി ചൂടാനുള്ള പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ചൂടുമ്പോൾ നമ്മൾ എപ്പോഴും അധികം അങ്ങനെ വെച്ചിട്ട് ചൂടാൻ പാടില്ല കേട്ടോ. പിന്നെ പൊള്ളം വന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം എടുക്കാൻ പാടില്ല, കാരണം അരികിലൊന്നും വെന്തുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗവും അമർത്തി കൊടുത്ത് നിർബന്ധിച്ച് പൊള്ളം വന്നിച്ച് ഞാനങ്ങനെ എടുത്തു മാറ്റുകയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ പത്തിരി പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടില്ല, ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കൊട്ടിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയില്ല അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മളിന്ന് പത്തിരിക്കുള്ള കറിയാക്കാൻ പോണത് കേട്ടോ. ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ഇതൊക്കെ മതി, തട്ടിക്കൂട്ട് കറി മതി. എല്ലാവരും ഉള്ളപ്പോഴൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, പത്തിരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഒരാൾ ചാറ് വേണമെന്ന് പറഞ്ഞു, ഒരാൾ കറി വേണ്ടാണ്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ. പിന്നെ കറി ഇതാട്ടോ, നമ്മുടെ കറിയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അധികം ഒരുപാട് വെള്ളമില്ലാണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് കുറച്ച് കട്ടിയിൽ. പത്തിരിക്ക് ചാറ് വേണം, പക്ഷേ എനിക്ക് ഒരുപാട് വെള്ളം പോലെ ഉള്ളത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കലായി. അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ വെള്ളം കുറവായിരുന്നു കേട്ടോ ചോറ് വെച്ചപ്പോഴേക്കും. ഇനി കുടമൊക്കെ കഴുകിയിട്ട് നമുക്ക് വെള്ളം കോരാൻ പോകണം. വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു, താഴെ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ എല്ലാ പത്തിരിപ്പടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്കുള്ളവരെ ഇങ്ങനെ വൃത്തിയിൽ കിടക്കും, ബാക്കി ഇനി പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാമ്പാറിനുള്ള പുളി അതേ വെള്ളത്തിലിടാൻ വിചാരിച്ചിട്ടോ, കാരണം പഴക്കമില്ലാത്ത പുതിയ പുളിയാണ്, അപ്പോൾ കുതിരണ്ടേ. അപ്പോൾ വെണ്ടയ്ക്ക ആദ്യം വേഗം അരിഞ്ഞിട്ട് അതിനൊന്ന് വാട്ടാന്ന് വിചാരിച്ചിട്ട് അത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ആദ്യം നല്ല ഇടയ്ക്ക് ഞാൻ വാട്ടാണ്ടും വെക്കും കേട്ടോ. പക്ഷെ വാട്ടാണ്ട് വെച്ച ഒരു വഴുവഴുന്നതിനുള്ളൊരു സാമ്പാറായിപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ഇടും കേട്ടോ. പിന്നെ മുരിങ്ങക്കായ ഉണ്ട്. അപ്പോൾ മുരിങ്ങക്കായ്ക്ക് വെണ്ടയ്ക്കൊക്കെ ഇപ്പോൾ വില കുറവാണ് കേട്ടോ. അപ്പോൾ അത് വേഗം നേരാക്കി പിന്നെ ഒരു മത്തൻ്റെ കഷ്ണവും
ഒരു കുമ്പളങ്ങിൻ്റെ കഷ്ണവും അങ്ങനെ എല്ലാം കൂടി സെറ്റാക്കി ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് ഞാൻ നേരത്തെ തന്നെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കുക്കിങ്ങൊക്കെ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിട്ട് തോന്നിക്കൊണ്ടാട്ടോ ഇതുവരെ ഒരു ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഞാൻ സ്ലോ ആണത്. കാരണം ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഇതിപ്പോൾ എല്ലാവരും ചെയ്യണമല്ലേ, ഇതിപ്പോൾ എന്തിനാണ് കാണിച്ചു കൊടുത്തിട്ട് എന്താ ഉള്ളത്, ഇതിലെന്ത് കണ്ടൻ്റ് ഉള്ളത് എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ കുറേ പേര് ഇത് ചെയ്തിട്ടാണല്ലോ മുന്നേറുന്നത്, മുന്നോട്ട് പോകുന്നതും. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഒന്ന് അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഓരോ ഡേ മൈ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ വിചാരിച്ചു, ഇടയ്ക്ക് കുക്കിങ്ങും. അപ്പോൾ ഇന്നത്തെ സാമ്പാർ ഇന്നത്തെ അല്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇങ്ങനെ സാമ്പാറട്ടോ, തേങ്ങ അരക്കാത്ത സാമ്പാറട്ടോ. ചിലർ വറുത്തരച്ചിട്ടുള്ള സാമ്പാറൊക്കെ വയ്ക്കും, പക്ഷേ ഇക്കാക്ക് അധികം ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള കറികൾ വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. തേങ്ങ അരച്ചത് കുഴപ്പമില്ല, വറുത്തരച്ചല്ലേ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇടാൻ പോണത് കായാണ്, നല്ല അടിപൊളി പാൽക്കായാണ് കേട്ടോ. ഈ സാമ്പാറിലിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതേപോലെ ഞാനിവിടെ വന്നിട്ടാട്ടോ, ഇക്കയുടെ വീട്ടിൽ വന്നിട്ടാണ് ഈ സാമ്പാർ വയ്ക്കലൊക്കെ പഠിപ്പിച്ച് ഇമ്മ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അധികം കുക്കിംഗ് പഠിച്ചിട്ടില്ല. കാരണം കോളേജിൽ പോവുക, അതിൻ്റെ തിരക്ക് അതൊക്കെ ആയിട്ട്, പിന്നെ വൈകുന്നേരം വന്നാൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കൽ, തുന്നൽ പഠിക്കാൻ പോകൽ, അങ്ങനെ ആകെപ്പാടെ തിരക്കായിരുന്നു. ചെറിയ അമ്മാനക്ക് ഇങ്ങനെ പാത്രം കഴുകി കൊടുക്കുക, അടിച്ചോരി തുടയ്ക്കുക, അതൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ കുക്കിംഗ് എല്ലാം പഠിച്ചു. പക്ഷേ ഈ കുക്കിംഗ് പഠിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പം നമുക്കെല്ലാം ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ ഇത് ഉമ്മ കാച്ചി തന്ന എണ്ണ ഇട്ടേക്കാട് ഉമ്മക്ക് നന്നായിട്ട് എണ്ണ കാച്ചാൻ അറിയാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക, ഞാൻ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. നല്ല അടിപൊളി എണ്ണ കേട്ടോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ്. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഉമ്മക്ക് ഇത്രയും വയസ്സായിട്ടും, ഒരുപാട് വയസ്സായിട്ടൊന്നുമില്ല, എന്നാലും ഉമ്മാൻ്റെ പ്രായത്തിൽ ഉമ്മക്ക് നല്ല മുടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്മ ഈ എണ്ണയാണ് തേച്ചിട്ട്, ഇങ്ങനത്തെ എണ്ണയാണ്, കാച്ചി എണ്ണയാണ്. ഞാൻ അധികം ഇപ്പോൾ തേക്കാറില്ല കേട്ടോ, കാരണം എനിക്ക് അലർജി ഉള്ളതുകൊണ്ട്. പക്ഷേ ഉമ്മ അതിൽ പലതരം എല്ലാം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് അലർജി വരാതിരിക്കാൻ. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എണ്ണ പരിപാടിയൊക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാണുന്ന പട്ടി ഷോ കാണുന്നത് ഒരു ഷോർട്സ് എടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയായിരുന്നു. കുളിക്കലും അലക്കലും കഴിക്കലും ഒക്കെ പാടെ കഴിഞ്ഞിട്ട് വൈകുന്നേരമുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു കട്ട മാഗി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുട്ടികൾക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കട്ടൻ ചായ വെച്ചു കുട്ടികൾക്ക് ആറാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ കിടന്ന് ഉറങ്ങുകയാണ്, ഒരാൾ മാഗി ഉണ്ടോയെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നിട്ട് നല്ല ഉഷാറിൽ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടല്ലോ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട, അവർ തന്നെ കഴിച്ചോളും. ഒരു മടിയും ഉണ്ടാവില്ല കേട്ടോ ഇത് കഴിക്കാൻ. ഞാനപ്പോൾ എന്ത് കാട്ടിയറിയോ, പത്തിരി ഉണ്ടായിരുന്നു രാവിലത്തെ, അപ്പോൾ അത് കട്ടൻ ചായയിൽ മുക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ നമ്മുടെ പത്തിരിനേക്കാളും രസം ഏതറിയോ, നമ്മൾ ചപ്പാത്തി ഉണ്ടല്ലോ കട്ടൻ ചായയിൽ ഇങ്ങനെ മുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അറിയാണ്ട് തന്നെ നമ്മൾ കറിയൊന്നുമില്ലാണ്ട് ഇങ്ങനെ കഴിച്ചു പോകും. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് നേരം കുട്ടികളെ കളിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൂട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.